ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. കോട്ട് കോളർ വരുന്ന വെൽവെറ്റിൻ്റെ ക്രോപ്പ് ടോപ്പാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ മുകളിലെ മെഷർമെൻറ്റ് വരുന്നത് 5 ഇയറിലുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതിനായിട്ട് ഒരു 1/2 മീറ്ററാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വിഡ്ത്തുള്ള ക്ലോത്താണ്. 44 ഇഞ്ച് വിഡ്ത്തുണ്ട്, അതുകൊണ്ട് 1/2 മീറ്റർ മതി. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ആണ്. അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. കോളർ നെക്ക് ആയതുകൊണ്ട് നമ്മളൊരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളായിട്ടും 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോളൊന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടിയും കൊടുത്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നെക്ക് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഫ്രണ്ടിലത്തെ നെക്ക് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മളിതുപോലൊരു സ്ക്വയർ ഷേപ്പ് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ നമ്മൾ തെറ്റിപ്പോവാതിരിക്കാനായിട്ട് ഇപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ് ആണ് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് കൂടിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഉള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുത്തുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് പോർഷനിൽ ആ ഒരു ഗ്യാപ്പ് വേണ്ടാത്തതുകൊണ്ട് ആ ഒരു ഭാഗം മടക്കി വെച്ചിട്ട് നമ്മൾ സെയിം ആ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2.5 ഇഞ്ച് തന്നെയാണ് നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്ക് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ അതൊരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ നമ്മളിതുപോലെ നോർമലി നമ്മൾ കോളറൊക്കെ ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പം ഈ ബാക്കിലത്തെ ഷോൾഡർ കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു ഇറങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലത്തെ ആ ഒരു പീസ് ഒരു 1/2 ഇഞ്ച് കൂടുതൽ ലെങ്ത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ്. ഏതൊരു ഗാർമെൻറ്റ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് അളവിലല്ലാതെ നമ്മൾ എന്തെങ്കിലും മടക്കി അടിക്കുന്നത് കൂടാതെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ കൂടുതലിട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട അളവിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവുമല്ലോ. അപ്പം അങ്ങനെ കൂട്ടി ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഈ ബാക്കിലത്തെ ആ ഒരു പീസ് ഫ്രണ്ടിലേക്ക് ഒരു പൊടി ശകലം ഇറങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് അത്രയും അറിയില്ല, എന്നാൽ പോലും അങ്ങനെ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ലൈനിങ് അതിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ കോളറിനൊക്കെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കോട്ട് കോളറാണ്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം അതേ മെഷർമെൻറ്റിൽ നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് മറിച്ച് അടിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോട്ട് കോളർ ആയതുകൊണ്ട് തന്നെ ഇതുപോലൊരു പീസ് വെച്ചിട്ട് അത് മറിച്ചിട്ടാണ് നമ്മൾ ആ കോട്ടിൻ്റെ ആ ഒരു ഷേപ്പ്, ഫ്രണ്ടിലത്തെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത്, ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുണ്ട്. വീതി എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ്റെ ഒരു ഭാഗത്തെ വീതിൻ്റെ അതിൻ്റെ ഒരു ഹാഫ് അത്ര എടുക്കാം. വേണമെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ഫ്രണ്ട് കവർ ചെയ്യുന്ന രീതിക്ക് എടുക്കാം. പിന്നെ ഇത് വെൽവെറ്റ് ആയതുകൊണ്ട് അത്രയും കട്ടിക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അതായത് 5 ഇഞ്ച് വീതിയിലാണ് ഈ ഓരോ പീസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് നേരത്തെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട് ആ നെക്കിൻ്റെ പൊസിഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അതൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് ആ ഒരു കോട്ട് കോളറിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് ഒരു കട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു ഭാഗത്ത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ നെക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ്. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് ആ ടോപ്പിൻ്റെ ഒരു ലെങ്ത്തിൽ ആ ഒരു പീസിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കതൊന്ന് മറിച്ച് കൊടുക്കാം. ആ ഒരു ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ 2 ഇഞ്ചിലാണ് നമ്മളൊരു കട്ട് കൊടുക്കുന്നത്. ആ ഭാഗത്താണ് നമ്മൾ ആ ഒരു കോട്ടിൻ്റെ ഷേപ്പ് വരുന്നത്. ബാക്കി നമ്മൾ കോളറിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇത്രയും വശമാണ് നമുക്കിവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ താഴോട്ടും ആ ലൈൻ വരച്ച ആ ഒരു ലെങ്ത്തിലും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഹുക്കും ലൂപ്പും ഒക്കെ വേണമെങ്കിൽ നമുക്ക് അത് ബട്ടൺ ഹോളായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ നോർമൽ ഹുക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ആ മുകൾ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരെയാണ് നമ്മളിവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ വര വരച്ച് അവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മറിച്ച് കൊടുക്കാം. ഈ കോർണറും കൂടി നമ്മളിതുപോലെ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുകയാണ്. അരച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കത്രിക വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തിക്കുടിയും കൊടുത്താൽ ആ കോർണർ ഒന്ന് കറക്റ്റായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ഇതുപോലെ 2 സൈഡും, അതായത് ഫ്രണ്ടിലെ 2 സൈഡ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു അളവ് മെഷർ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ആ ഒരു കോട്ടിൻ്റെ ഭാഗം നേരത്തെ 2 ഇഞ്ച് കട്ട് ചെയ്ത അവിടെ വരെയാണ് നമ്മളിപ്പോൾ അളന്ന് നോക്കുന്നത്. മറ്റേ 2 സൈഡും നമുക്കിങ്ങനെ മറിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിപ്പോൾ മെഷർ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് 11.5 ആണ് കിട്ടിയിട്ടുള്ള ആൻസർ. അപ്പോൾ ആ ഒരു 11.5 വെച്ചിട്ടാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ക്യാൻവാസിൻ്റെ പേപ്പർ എടുക്കുന്നുണ്ട്. അതിപ്പോൾ വൈറ്റിലൊക്കെ ശരിക്കും കാണാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലൂ ക്ലോത്ത് എടുത്തിട്ടതാണ്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ റഫായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. മുകളിലും താഴെ നമ്മളിതുപോലെ ഓരോ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തിലാണ് ഇപ്പോൾ ഈ 2 ലൈൻസും വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഒരു ഹാഫ് 11.5 നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് താഴെ നിന്ന് മുകളിലോട്ടായിട്ടൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ആ ഒരു താഴ്ഭാഗത്തെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നേരത്തെ ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തു. ശേഷം മുകളിൽ നമ്മളൊരു 1 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ കോളറിന് ആ ഒരു കോർണർ പോലെ വരാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് പുറത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 2 ലൈൻസും തമ്മിലൊന്ന് ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കോളറാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ക്ലോത്തിലേക്കായിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ കോളേഴ്സും ചെയ്യുന്ന പോലെ തന്നെ
ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഡ്രസ്സിലേക്കായിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ബാക്കിൽ നിന്ന് നമ്മൾ സെൻറ്റർ കണ്ടിട്ട് അതിൻ്റെ അകം വശത്ത് വെച്ചിട്ട് പുറത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കോളറിൻ്റെ പണി അവസാനിച്ചു. ഇപ്പം നമ്മൾ ആ കോളറൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രസ്സിലേക്കായിട്ട് നെക്കിലേക്കായിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ നമ്മൾ പഫ് കൊടുക്കാനായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോർമൽ സ്ലീവിന് ചെയ്യുന്ന പോലെ ആ ഒരു മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മുകളിൽ ആ ഒരു സ്ലീവിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പഫ് കൊടുക്കുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്ലീവിൻ്റെ റൗണ്ടും കൂടി മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കാണിക്കുന്നില്ല. നോർമലി നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുന്ന പോലെ സ്ലീവിൻ്റെ ആ ഒരു മുകൾ ഭാഗം തൊട്ടിട്ട് നമുക്ക് വേണ്ടത്ര പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടാണ് നമ്മളിത് ഈ ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടോപ്പിലേക്കായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു ലേസാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ലേസ് കട്ട് ചെയ്തെടുത്തിട്ട് ഹാൻഡ് വർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കസ്റ്റമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ലേസിൽ നിന്ന് കുറച്ച് പാച്ചസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ കോളറിലും വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഹുക്കും ലൂപ്പും കൂടിയും പിടിപ്പിച്ചു. നോർമൽ നമ്മുടെ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന ആ ഒരു ഹുക്കും ലൂപ്പ് തന്നെയാണ് നമ്മളിതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പെട്ടെന്നുള്ളൊരു വർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിക്കായിട്ട് ഷോ ബട്ടൺ തന്നെ നല്ല ഭംഗിയുള്ള കല്ലിലൊക്കെ വരുന്നത് വെച്ച് കൊടുക്കായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹുക്കും ലൂപ്പും കൂടിയും വെച്ച് കൊടുത്തു. ഇതുപോലെ കുറച്ച് പീസസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഫുള്ള് സ്റ്റോൺസാണ് ഈ ഒരു ലേസിൽ വരുന്നത്. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൻ്റെ ആ കോളറിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തുന്നിക്കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയും തുന്നിക്കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. മൊത്തത്തിൽ പനിയും കാര്യമൊക്കെ ആയിട്ട് കുട്ടികളും എല്ലാവരും വയ്യാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. ഓണത്തിൻ്റെ ടൈമിലൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. പിന്നെ ഈ വെൽവെറ്റിലൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അയൺ ചെയ്യാതിരിക്കാനായിട്ട്. ഡയറക്റ്റ് നമ്മൾ അയൺ ബോക്സ് അതിൽ വെച്ചാൽ ഒരു ഡ്രസ്സിൽ പിടിച്ച് ഡ്രസ്സ് നാശമാവും. അപ്പോൾ അതുകൊണ്ട് മറിച്ചിട്ടിട്ട് അയൺ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്യുക, നമ്മൾ വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ. അപ്പോൾ അതും കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.